എടുത്താ എന്ത് പറയണം? സുഖാണോ? ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇപ്പൊ എന്റെ പോലെ ഇന്ദ്രേട്ടനും കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്കന്ന് ആരാ രാജുവേട്ടൻ? സ്പീക്കർ രാജു. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ അറിയാം, ഞാൻ പറഞ്ഞു ഇപ്പൊ റിങ് ചെയ്ത് നീ ഒരു ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോ എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ വീട്ടിലുമായിരിക്കും. ഇതാണ് ചുമ്മാ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചത്. അതെ. പക്ഷെ ഇല്ലേ, ഇത് ക്യാരവനിലിരിക്കുകയായിരിക്കും മോളെ ഫോണ്. മോൻ അവിടെ ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഫോൺ അവൻ്റെ കയ്യിൽ വെക്കില്ല, ക്യാരവനിലിട്ടേക്കും. അവൻ്റെ ഒരു നല്ല ക്യാരവനുണ്ട് ഈ പറയുന്നെടുത്തിട്ട് ഉച്ചയ്ക്ക് എലിവ് നോക്കും ആരൊക്കെ വിളിക്കുക. അപ്പം അമ്മ എന്ന് കാണും. അപ്പോൾ അയ്യോ അമ്മയല്ലേ, എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിച്ചു ഒരു കോള് വരും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതന്നെ വിളിക്കാം. അയ്യോ ഇതാ തിരിച്ചു വിളിക്കുന്നത് രാജു. അയ്യോ ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അല്ലല്ല ഒന്നുമില്ല, അതല്ല ഞാനിവിടെ ഒരു ഷോയ്ക്ക് വന്നേ. അപ്പൊ ഞങ്ങള് മക്കള് ഫോൺ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി ഡയൽ ചെയ്ത് നോക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടുപേരും എടുക്കുമില്ലെങ്കിൽ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞു. അല്ല അതല്ല, മോന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുമോന്ന് ഇവരെ. ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അത് നമസ്കാരം എന്ന് മാത്രം ഒന്ന് പറഞ്ഞോട്ടെ എന്നവര്. അല്ലല്ല എനിക്ക് ഒരു മിനിറ്റ് സ്പീക്കറിലിടാം. പറഞ്ഞോ. ഹലോ രാജുവേട്ടാ, നമസ്കാരം. അമ്മ എന്റെ മുന്നിലുണ്ട്, ഇന്റർവ്യൂയിലാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു രാജുവേട്ടനെ എടുക്കുമോന്ന്. അപ്പൊ സോ താങ്ക് യു സോ മച്ച്. സത്യം ഞാനായിട്ട് ഇനി വല്ല അസുഖമാണോ അമ്മയ്ക്കെന്ന് വിചാരിച്ചെടുത്താ കേട്ടോ. അയ്യോ എനിക്ക് സത്യം പേടിച്ചു പോയി. എനിക്ക് വലിയ വിഷയം. ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ ഡയറക്റ്റ് ചെയ്തത്, എനിക്ക് അതുകൊണ്ട് അറിയാത്തത്. അതാ ഫോണിൽ നോക്കിയപ്പോ ഞാനാ വിളിച്ചത്, അതാ തിരിച്ചു വിളിച്ചതേ. അല്ല വിളിക്കില്ല, പിന്നെ വിളിക്കുള്ളൂ. അയ്യോ സത്യം. അല്ല നല്ലതാ മോളെ, ഈ ജോലിയുടെ ഇടയ്ക്ക് കിടന്ന് ചുമ്മാതെ. അയ്യോ എനിക്കതൊക്കെ, ഞാനിതൊക്കെ നമ്മൾ ഇതേ ഫീൽഡിൽ നിൽക്കുന്നവരല്ലേ, നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ വളരെ പ്ലസന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്ക് പേടിച്ചു പോയി ചിലപ്പോൾ. അമ്മ എന്താ വിളിച്ചത് എനിക്കും പെട്ടെന്ന്, കാരണം ഞാൻ ഈ സമയത്ത് വിളിക്കുന്ന ആളല്ലെന്ന് അവനറിയാം. അതാ പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറയും ഇതാണ് കാര്യം എന്ന് പറഞ്ഞതാ. ഇത്രയേ ഉള്ളൂ. ഇന്ദിരനെ വിളിക്കണോ? അതിൻ്റെ അങ്ങേ പറയാള് അല്ല, വെറുതെ ഞാനിപ്പോൾ രാജുവിനെ വിളിച്ച ഇവിടെ ഒരു ടോക്ക് ഷോയിലിരിക്കുക. അപ്പം മക്കള് ഫോൺ എടുക്കുമോന്ന് അറിയാനെന്ന് വിളിച്ച പാവം അവൻ അന്തപ്പെട്ട് തിരിച്ചു വിളിച്ചു എന്താ അമ്മയെന്ന് ചോദിച്ചോണ്ട്. അപ്പം ശബ്ദം നമസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഒരു മിനിറ്റ് സ്പീക്കറിലൊന്നും ഇടുന്നേ മോനെ, അവരൊരു നമസ്കാരം പറഞ്ഞിട്ട്. ഹലോ ഹലോ ചേട്ടാ നമസ്കാരം. സുഖാണോ? അപ്പൊ മല്ലികമ്മയുടെ 2 മക്കളെയും ഞാൻ വിളിച്ചു. എന്റെ ആദ്യത്തെ എപ്പിസോഡാണ് പുതിയ ഷോയുടെ. എന്റെ പേര് കെന്ന എന്നാണ്. അതെ, കെന്ന ഷോ എന്നാണ് ഷോയുടെ പേര്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു മക്കള് 2 പേരും ഫോൺ വിളിച്ചെടുക്കോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 2 മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ശബ്ദം കൂടെ കേട്ടാ എന്റെ ഈ ഒരു പുത്തൻ ഷോ അടിപൊളിയായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു തീർന്നേ. കാശ് 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 കയ്യടി വേണ്ട. മല്ലികാമ്മ വരുമ്പോ മാത്രം കയ്യടിയേ ഉള്ളൂ. ഇന്ദ്രജിത്ത് എന്ന് പറയണ ഇന്ദ്രയുടെ പെട്ടെന്ന് എന്റെ അങ്ങനൊന്നുമില്ല. എനിക്ക് മറ്റവരെയാണ് അത്ഭുതം. എന്റെ അമ്മോ ഇവരോടൊക്കെ ചോദിച്ചു നോക്കണം. അമ്മേ ഷോട്ടില്ല ഞാൻ വിളിക്കാമേ ടിങ് ഫോൺ വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോ എന്താ അമ്മേന്ന് ചോദിക്കുന്ന ആളാ. ഇതിപ്പോ ഉടനെ തിരിച്ചു വിളിച്ചോണ്ടാണ് കിട്ടിയത്, ഇല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. അയ്യോ ഇതൊന്നും എനിക്കൊരു ഓർമ്മയായിരിക്കും. അത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിളക്ക് വെച്ചപ്പോ എല്ലാ ഐശ്വര്യമായിട്ട് വരും എന്ന് പറഞ്ഞില്ലേ.